എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ അഥവാ GD? നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തും അല്ലെങ്കിൽ ഒരു തൊഴിൽ രംഗത്തും ഒരു ജോലിക്ക് ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാൻ എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ വിവിധ റൗണ്ടുകൾ നടത്തും, സെലക്ഷൻ റൗണ്ടുകൾ നടത്തും. അത്തരത്തിൽ നടത്തുന്ന സെലക്ഷൻ റൗണ്ടുകളിൽ ഒരു പ്രധാനപ്പെട്ട റൗണ്ടാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ അഥവാ GD. ആ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നുള്ള പേരിൽ തന്നെ അറിയാം, ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിസിപ്പൻസ് ഒരു ടോപ്പിക് എടുത്ത് ഡിസ്കസ് ചെയ്ത് ഒരു കൺക്ലൂഷനിൽ എത്തുന്ന പ്രക്രിയയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സീരിയസ് ഡിസ്കഷൻ ബിറ്റ്വീൻ പാർട്ടിസിപ്പൻസ് ഓൺ ആൻ എഗ്രീഡ് ടോപ്പിക്. അതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് വിളിക്കുന്നത്. ഇതിൽ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് പല യൂണിവേഴ്സിറ്റികളും പല കോളേജുകളും കുട്ടികളെ സെലക്ട് ചെയ്യാനായി ഗ്രൂപ്പ് ഡിസ്കഷൻ റൗണ്ട് നടത്താറുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ജോലി തസ്തികകളിലേക്ക്, അത് ഫ്രഷേഴ്സ് ആയിക്കോട്ടെ, ഒരു പക്ഷേ ലാറ്ററൽ എൻട്രി ജോലി ആയിക്കോട്ടെ, അതിലൊക്കെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒരു നിർണായക സെലക്ഷൻ റൗണ്ടായി കടന്നു വരാറുണ്ട്. ഇനി എന്തിനാണ് ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്നത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്നത് ഈ അറ്റൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ് അവർ അറ്റൻഡ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് കിട്ടാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിലോട്ടോ അല്ലെങ്കിൽ അവർക്ക് കിട്ടാൻ ഉദ്ദേശിക്കുന്ന ജോലിയിലോട്ടോ ആ പർട്ടിക്കുലർ റോൾസിലോട്ടോ ഇവരുടെ കഴിവ് അല്ലെങ്കിൽ ക്രെഡൻഷ്യൽസ് മാച്ച് ചെയ്യുമോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റൗണ്ടാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ പൊതുവേ 2 രീതിയിലാണ് നടത്താറുള്ളത്. 2 രീതി ഏതൊക്കെയാണെന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഒരുപാട് പേരെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇരുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ പ്രൊഫഷണൽ ഗ്രൂപ്പ് ഡിസ്കഷനിൽ 8 മുതൽ 12 ആൾക്കാരെയാണ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇരുത്താറുള്ളത്. അത് ഈ അസസ് ചെയ്യുന്ന ജഡ്ജസിൻ്റെ സൗകര്യാനുസരണം അതിനെ ഒരു സെമി സർക്കിളിലാണ് സാധാരണ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ കാൻഡിഡേറ്റ്സിനെ ഇരുത്താറുള്ളത്. 2 രീതിയിലുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒന്നാമത്തേതാണ്, ഒരു ടോപ്പിക്ക് തന്നതിന് ശേഷം ഓരോ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്തും ഈ ടോപ്പിക്കിനെ പറ്റി 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം സംസാരിക്കാൻ പറയുന്നു. അതിനെയാണ് നമ്മൾ 1 to 1 എന്ന് പറയുന്നത്. ആ സമയം കഴിഞ്ഞതിന് ശേഷം ഒരു നിശ്ചിത സമയം എഗെയിൻ അസസർ അനുവദിച്ചു കൊടുക്കുന്നു. ഒരു 10 മിനിറ്റ് സമയം കൊടുത്തിട്ട് ഇതേ ടോപ്പിക്കിനെ പറ്റി ജനറലായിട്ട് സംസാരിക്കാൻ പറയുന്നു. ഇതാണ് ഒരു മോഡ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓരോ കാൻഡിഡേറ്റിൻ്റെ അടുത്തും ചോദിച്ച് അവരുടെ അഭിപ്രായം തേടുന്നു. അതിനുശേഷം അതേ ടോപ്പിക്കിൽ തന്നെ ഒരു ജനറൽ ഡിസ്കഷൻ നടത്തുന്നു. ഇത് ഒരു പർട്ടിക്കുലർ മോഡ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷനാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് അവേ ജനറൽ ഡിസ്കഷനിലേക്ക് പോവുകയാണ്. അവിടെ അസസർ അഥവാ ജഡ്ജ് അല്ലെങ്കിൽ റിക്രൂട്ടർ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബെൽ അമർത്തുമ്പോൾ നമ്മൾ തുടങ്ങുന്നു, അവർ സ്റ്റോപ്പ് അല്ലെങ്കിൽ ബെൽ അമർത്തുമ്പോഴത്തേക്ക് നിർത്തുന്നു. ആ സമയത്തിനിടയിൽ നടത്തുന്ന ജനറൽ ഡിസ്കഷനാണ് രണ്ടാമത്തെ മോഡ് എന്ന് പറയുന്നത്. ഇനി ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു കാൻഡിഡേറ്റായിട്ട് വന്നിരിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്നറിയുന്നത് നല്ലതായിരിക്കും. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത്. നിങ്ങൾ വന്നിരിക്കുമ്പോഴത്തേക്ക് ഇതിൽ ജഡ്ജ് അല്ലെങ്കിൽ അസസർ നിങ്ങൾക്കൊരു ടോപ്പിക്ക് തരും. ആ ടോപ്പിക്കിലായിരിക്കും എല്ലാവരും സംസാരിക്കേണ്ടത്. അപ്പോൾ ആ ടോപ്പിക് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ GD തുടങ്ങുന്നതിന് മുമ്പ് ആ ജഡ്ജിനോട് നിങ്ങൾ ആ ടോപ്പിക്കിനെ പറ്റി ചോദിച്ച് നിങ്ങളുടെ സംശയം തീർത്തിട്ട് വേണം GD തുടങ്ങാനായിട്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഏത് ഭാഷയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ജഡ്ജ് പറയും. അത് വ്യക്തമായിട്ട് കേൾക്കുകയും വേണം. 99% അല്ലെങ്കിൽ മിക്കവാറും മോഡേൺ ഗ്രൂപ്പ് ഡിസ്കഷൻസ് എല്ലാം തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് നടത്താറുള്ളത്. അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ, ഇതിനൊരു ടൈം അവർ അലോട്ട് ചെയ്യും. ആ ടൈമിനെ പറ്റി വ്യക്തമായൊരു ധാരണ വേണം. നോർമലി 10 മുതൽ 20 മിനിറ്റ് വരെ ആ സൗകര്യാനുസരണം ആ സാഹചര്യം അനുസരിച്ച് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താറുണ്ട്. അപ്പോൾ ടോപ്പിക് എന്താണെന്ന് അറിയണം, ഭാഷ എന്താണെന്ന് അറിയണം, ഇതിനുള്ള സമയം എന്താണെന്ന് അറിയണം. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്ന റിക്രൂട്ടറോടോ ജഡ്ജിനോടോ അസസറിനോടോ GD തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചോദിച്ച് നമ്മുടെ സംശയം ദൂരീകരിക്കണം. GD തുടങ്ങിയതിന് ശേഷം നമുക്ക് ഇടയ്ക്ക് കയറി സംസാരിക്കാൻ പറ്റില്ല.